പാലായിലെ പ്രിയ ജനാധിപത്യ വിശ്വാസികളെ, ആം ആദ്മി പ്രവർത്തകരെ, ഇന്ന് നമ്മളിവിടെ കൂടേണ്ടി വന്നിരിക്കുന്ന സാഹചര്യത്തെ പറ്റി പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ശരിക്കും നിയമവിരുദ്ധമായിട്ട് മൂന്നാഴ്ചയായിട്ട് ജയിലിൽ കിടക്കുന്ന നമ്മുടെ നേതാവിനെ വീണ്ടും 10 ദിവസത്തേക്ക് കൂടി റിമാൻഡിൽ അയച്ചുകൊണ്ട് ഡൽഹിയിലെ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. സുപ്രീം കോടതിയും ഇന്ന് ഒരു BJP കേന്ദ്ര ഭരണത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തതായിട്ട് കാണുന്നത്. അതുപോലെ സീനിയർ IAS ഓഫീസർമാരെയൊക്കെ അവർ സ്വാധീനിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഭരണമാറ്റം ഉണ്ടാകും എന്ന് തോന്നിയാൽ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥര് മൊത്തത്തിലായിട്ടും താഴെത്തട്ടിലുള്ളവരും 4-ാമത്തെ വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷത്തിലോട്ട് കയറുമ്പോൾ അവര് നിലപാട് പതിയെ മാറ്റി അടുത്ത കക്ഷിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷെ കേന്ദ്രത്തില് അവര് ഇത്തവണ 400 സീറ്റും കൈവശപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന തന്നെ അറബിക്കടലിൽ തള്ളും എന്ന് പലരും വീരവാദം മുഴക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഏതാണ്ട് 6 മാസമായിട്ട് അവരുടെ ആ 400 സീറ്റ് എന്നുള്ള സങ്കല്പം അതൊക്കെ 370 സീറ്റിലോട്ട് താഴ്ന്നു, അത് 300 സീറ്റിലോട്ട് താഴ്ന്നു. ഇപ്പോൾ അത് ജയിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. ശരിക്കും അവര് വലിയൊരു മണ്ടൻ പണി കാണിച്ചാണ് നമ്മുടെ നേതാക്കന്മാരെ, AFPയുടെ നേതാക്കന്മാരെ ജയിലിലാക്കിയത്. അതിൽ നിന്നും ബാക്കിയുള്ള കക്ഷികൾക്കും ഇതാണ് ഞങ്ങളുടേതും ഭാവി എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം BJP ഉണ്ടാക്കി കൊടുത്തു. 2014 ഇലക്ഷനില് വെറും 30% വോട്ട് നേടിയ BJP സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് വെറും 35% വോട്ടില് ഭരണം പിടിച്ചെടുത്തു. പിന്നീട് പല തിരിമറികളും കാണിച്ച് സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് NDAക്ക് 45% വോട്ട് നേടുവാൻ കഴിഞ്ഞു. പക്ഷെ ആ 45% വോട്ട് കൊണ്ട് അവര് 62% സീറ്റുകൾ കൈവശപ്പെടുത്തി. അതേസമയം 55% വോട്ട് കിട്ടിയ ബാക്കി കക്ഷികൾക്ക് വെറും 38% സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ന്യൂനപക്ഷ ഗവൺമെന്റാണ് കേന്ദ്രത്തിലുള്ളത്. ബഹുഭൂരിപക്ഷവും പുറത്താണ്. ഇതിനെപ്പറ്റി പറയുമ്പോൾ പണ്ട് ഹോസ്റ്റലില് മെസ്സിലുണ്ടായിരുന്ന ഭക്ഷണക്കാര്യത്തിനെ പറ്റി നമുക്ക് നോക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഉപ്പുമാവ്, അതിനെപ്പറ്റി മടുത്തവര് അതിനെതിരെ പ്രക്ഷോഭണം ഉണ്ടാക്കി. അപ്പോൾ അത് വോട്ടിട്ട് തീരുമാനിച്ചു. വോട്ടിട്ടപ്പോൾ ഉപ്പുമാവിനെ അനുകൂലിച്ചുകൊണ്ട് 25%, കൂട്ടും കടയെ അനുകൂലിച്ചുകൊണ്ട് 20%, ചപ്പാത്തി അനുകൂലിച്ചുകൊണ്ട് 15%, ദോശ അനുകൂലിച്ചുകൊണ്ട് 10%. അങ്ങനെ മൊത്തം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 30% നേടിയ ഉപ്പുമാവ് തന്നെ, 25% ഉണ്ടായിരുന്ന ഉപ്പുമാവ് തന്നെ വീണ്ടും വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഐറ്റമായിട്ട് മാറി. അതേപോലെയാണ് ഇപ്പം വെറും ന്യൂനപക്ഷമായിട്ടുള്ള ഏതാണ്ട് 30% വോട്ടേ BJP അസലായിട്ടുള്ളൂ. ആ കക്ഷി തന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് വരെ ഭീഷണിയായിട്ടുള്ള ഒരു കക്ഷിയായിട്ട് മാറിയിരിക്കുക. അതിനെതിരെ യോജിക്കാനുള്ള ഒരു നിമിത്തമായിട്ട് കേന്ദ്ര BJPയുടെ ഈ നയം, ഈ AFPയുടെ നേതാക്കളെ എല്ലാം ജയിലിലടച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും അവരെ മാറ്റി നിർത്താനും അഴിമതിക്കാരായിട്ട് പ്രചാരണം നടത്താനും ഈ വത്സ്യം തന്ത്രം വഴി കള്ളം തന്നെ ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ ചാനലുകളിൽ കൂടെയും മറ്റും പ്രചാരണം നടത്തി AFPക്കാരെന്ന് പറയുന്നത് അഴിമതിക്കെതിരെ ആരംഭിച്ച പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തന്നെയാണ് അഴിമതിക്കാരെന്ന് വരുത്തി തീർക്കാനുള്ള
ശ്രമം നടത്തുന്നുണ്ട്. അതിനെതിരെയും നമ്മൾ ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. ഏതായാലും അടുത്ത തവണ അവര് കക്ഷിച്ച് അധികാരത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാനാവില്ല. 55% വോട്ടർമാര് എന്തെങ്കിലും വന്നാലും വൺ ഇന്ത്യ വൺ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയുണ്ട്. ആ നിലയ്ക്ക് അവർ ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 3-2 ഭൂരിപക്ഷം വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടാവുന്നതാണ്. നമുക്ക് ശുഭാപ്തിവിശ്വാസത്തോടെ തന്നെ നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷൻ സുപ്രീം കോടതിയിലെ VVPAT മുഴുവനും എണ്ണാനായിട്ട് തീരുമാനിച്ചാൽ BJP വീണ്ടും ഭരണത്തിൽ വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ നമ്മുടെ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാരൊക്കെ അതുവരെ അവിടെ കഴിയേണ്ടി വരുമെന്ന് ഉണ്ട്. എന്നാലും നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നീങ്ങാം. നന്ദി, നമസ്കാരം. ഒരു ചെറിയ റാലി നടത്തണമെന്ന് എല്ലാവർക്കും ഒരു 1-2 സ്ഥലത്ത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മഴയ്ക്കുള്ള സാധ്യത